ആ ദേവി ദേവി നന്ദു, മീരയ്ക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല ദേവി, നീ ധൈര്യമായിട്ടിരിക്കെ. നന്ദു, സത്യം പറ, എന്നോട് മറച്ചു വെക്കാതെ. എങ്ങനെയുണ്ട് മീരയ്ക്ക്? അങ്ങനെ ടെൻഷൻ ആവാനൊന്നുമില്ല, ഞാനല്ല നേരിട്ട് പറയാം. വേണ്ട, എനിക്കിപ്പ അറിയണം. പ്ലീസ്, എന്നോട് മറച്ചു വെക്കല്ലേ നന്ദു. എന്താ ദേവി ഇത്? ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. സത്യം പറ, മീരയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മ രജനി ചേച്ചിയോട് പറയുന്നൊക്കെ ഞാൻ കേട്ടു. നന്ദു പറഞ്ഞ് എനിക്ക് സത്യം അറിയണം. മീരയുടെ കണ്ടീഷൻ ഇത്തിരി മോശം. ദേവി, നന്ദു, 24 മണിക്കൂർ കഴിയണം എന്തെങ്കിലും പറയാൻ. ദേവി പറയുന്ന കേക്ക്. നന്ദു, ദേവി പേടിക്കാതെ. അങ്ങനൊന്നും. മീരയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ? എന്നല്ല, പക്ഷേ അതും പ്രതീക്ഷിക്കണം. അങ്ങനെ സംഭവിച്ചാലും പതറിപ്പോകരുത്, അതിന് തയ്യാറായിരിക്കണം. നന്ദു, ഇന്ന് രാവിലെയും കൂടെ കണ്ട ആളല്ലേ ദേവി? ബഹളം വെക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്തിട്ട് ഇറങ്ങിപ്പോയ ആള് നാളെ ഇല്ലെന്ന് പറയുമ്പോ. അങ്ങനല്ല, മാനസികമായി ഒന്ന് തയ്യാറെടുത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ കാരണമല്ലേ ഈശ്വര മീരയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വന്നത്? നീ കാരണം? ദേവി, നീ ഞാനും ഒന്നും ഇതിന് കാരണമല്ല. അങ്ങനെ ചിന്തിക്കാതെ പ്ലീസ്. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടമാണിത്. നമ്മള് ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭം. ഒറ്റ മനസ്സായിരിക്കണം ഇപ്പോ. അറിയാം, അറിയാം നന്ദു. പക്ഷെ ഞാൻ കാരണം ഒരാളുടെ ജീവൻ പോവാന്ന് വെച്ചാ. നീ കാരണോ? നീ എന്ത് ചെയ്തു? നീ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നന്ദു, എന്നെ വഴക്ക് പറയല്ലേ പ്ലീസ്. സോറി സോറി. നമ്മൾ തന്നെ പരസ്പരം കുറ്റപ്പെടുത്തി തുടങ്ങിയ മൊത്തം കയ്യിന്ന് പോവും. അതുപോലെ തന്നെ പേടിച്ചാലും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വരട്ടെ, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. നന്ദു, മീരയ്ക്ക് എന്തെങ്കിലും പറ്റി? കേസും കൂട്ടും ഒക്കെ ആയി. ഈശ്വര, എന്താ ചെയ്യേണ്ട നമ്മള്? അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. കേസാവട്ടെ. കേസായാ നമുക്കെന്താ? നമുക്ക് നേരിട്ടോ അല്ലാതെയോ ഒരു ബന്ധവുമില്ല. നന്ദു, വേണ്ട, അവൾ ഈ അവസ്ഥ കിടക്കുമ്പോ ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട. നന്ദു അവിടെ തന്നെ ഉണ്ടാവണം. ഒരുപാട് വഴക്കൊക്കെ കൂടിയിട്ടുണ്ട്, ശരിയാ. പക്ഷെ പാവം മീര. നന്ദുവിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയുണ്ടല്ലേ ഇങ്ങനെ. ദേവി, അങ്ങനൊന്നും ചിന്തിക്കണ്ട. താൻ കിടന്നോ, സമാധാനമായിട്ട് കിടന്നോ. ശരി നന്ദു.